ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനിൽ ലുലു മാൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നതേ ഇല്ല. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് മറ്റൊരാവശ്യമായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ തിതൂട്ടനും തീർത്തേക്കും ഇന്ന് സ്കൂൾ ഓഫായതുകൊണ്ട് രണ്ടുപേരെയും ഞങ്ങൾ കൂടെ കൂട്ടി. ഇപ്പോൾ തിതൂട്ടൻ ഇപ്പോൾ പഠിക്കുന്നത് UKGയിലാണ്. കഴിഞ്ഞ വർഷം, അതായത് LKG പഠിക്കുന്ന സമയത്ത് തിതൂട്ടനൊരു 1 ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് ലുലു മാളിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട്, അതായത് ഫസ്റ്റ് ടൈമായിട്ടും ലാസ്റ്റ് ടൈമായിട്ടും തിതൂട്ടൻ ലുലു മാളിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമാണ്. പക്ഷേ എന്നിട്ടും ആ ഒരു ഓർമ്മ വെച്ചിട്ട് തിതൂട്ടൻ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ലുലു മാൾ എത്തും, എനിക്ക് ഫണ്ടൂർ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തിതൂട്ടൻ ഒരു കുസൃതി കൊടുക്കുകയാണ് കേട്ടോ. ഒരിക്കലും അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിരുവിരാ ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ നമ്മൾ എവിടെയും തിതൂട്ടനെ അങ്ങനെ കൊണ്ടുപോകാറില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. തിതൂട്ടൻ എന്നെപ്പോലെ ഷോപ്പിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ തിതൂട്ടൻ്റെ ഒരു പ്രത്യേകത എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിതൂട്ടനൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് വേണമെന്ന് പറഞ്ഞ് പിന്നീട് വാശി പിടിക്കലായി. അതെന്താണ്, അതിൻ്റെ യൂസ് എന്താണെന്നൊന്നും പുള്ളിക്കാരി നോക്കില്ല. പിന്നീട് കരച്ചിലായി, ബഹളമായി. അവസാനം എങ്ങനെയും ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ച് വീട്ടിൽ കൊണ്ട് വന്നാലേ തിതൂട്ടന് സമാധാനമുള്ളൂ. ഓരോന്നും ചേച്ചിയുടെ കയ്യിൽ സേഫായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. തിതൂട്ടൻ കാണാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളായിട്ട് തിരികെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. രണ്ടാണ് നമുക്ക് പ്രോമിസ് ചെയ്ത് തന്നിരുന്നത്, ഇന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല, ഫണ്ടൂരിൽ എക്സ്പ്ലോർ ചെയ്താൽ മാത്രം മതിയെന്നാണ്. പക്ഷേ ചേച്ചിക്ക് ഒരു സ്കിപ്പിംഗ് റോപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടോട്ട് വന്നത്. അപ്പോഴേക്കും ഇതേ കണ്ടില്ലേ, തിതൂട്ടൻ ഓരോ സാധനങ്ങളായിട്ട് പിറക്കി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയ്ക്ക് കൂടുതലും താല്പര്യമുള്ളത് ഈ കോസ്മെറ്റിക്സിനോടാണ്. അതായത് ഈ ലിപ്സ്റ്റിക്ക്, ഈ ഐലൈനർ, ഐ ഷാഡോ, അങ്ങനെ തുടങ്ങി ആ ഒരു പ്രോഡക്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, ഇതിനോടൊക്കെയാണ് തീർച്ചയ്ക്കൊരു താല്പര്യമുള്ളത്. ഈ തിരികെ കൊണ്ടുവയ്ക്കുന്ന ഐറ്റങ്ങളൊക്കെ ചിലതൊക്കെ തിതൂട്ടന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിതൂട്ടൻ അത് പോയി തിരികെ വീണ്ടും അത് തന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒരു സ്കിപ്പിംഗ് റോപ്പാണ് ഇതിനെല്ലാം കാരണമായത്. അങ്ങനെ എന്തായാലും അവസാനം ഒരു വിധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഏതോ ഒരു പ്രോഗ്രാമിന് സൗണ്ട് ചെക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് ഫണ്ടൂരയിലേക്കാണ്. ഞങ്ങളുടെ ഫണ്ടൂർ എക്സ്പ്ലോറിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തൊരു ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ പോയിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണണേ. ഫണ്ടൂരിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. കാർഡ് എടുത്തിട്ട് റീചാർജ് ചെയ്യുക. അപ്പം നമ്മൾ 1000 റുപ്പീസിനാണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർത്ഥയുടെ മുഖത്തെ ഈ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തീർത്ഥ എന്തുമാത്രം എക്സൈറ്റഡ് ആണെന്ന്. ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കിവിടേക്ക് വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലോ മെഷീനാണ്. ഇതിലുള്ള ഈ ഒരു ടോയ്സൊക്കെ കണ്ട് എന്താ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഞാൻ രോഹിത്തിനോട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ആ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമുക്കത് അത്ര അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഗെയിം സ്റ്റേഷനകത്തേക്ക് കയറിയപ്പോൾ രണ്ടുപേർക്കും ഏത് ഗെയിമിലേക്ക് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാ ഗെയിമിലേക്കും ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഏതിൽ കയറും, ആദ്യം ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും തീർത്ത ചൂസ് ചെയ്തത് ഈ കാർ റേസിംഗ് ഗെയിമായിരുന്നു കേട്ടോ. തീർത്തയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമ്മുടെ തിതൂട്ടൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോഴ്സ് റൈഡിങ് ഗെയിമായിരുന്നു. ഈ ഒരു റൈഡിൽ തിതൂട്ടൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആരെയും അലോ ചെയ്യത്തില്ലായിരുന്നു, കുട്ടികൾക്കായിട്ടുള്ളതായതുകൊണ്ട്. ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 2-3 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തിതൂട്ടൻ തന്നെ പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തിച്ച് ഇറക്കിയിരുന്നു. രണ്ടാളും പിന്നെയും ഒരുപാട് റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചിക്ക് ഒരാഗ്രഹം തോന്നി ഏതെങ്കിലും ഒരു റൈഡിൽ കയറണമെന്ന്. അപ്പോൾ അതിനായിട്ട് ചേച്ചി ചൂസ് ചെയ്തത് ഈ ഒരു റോളർ കോസ്റ്ററായിരുന്നു. അപ്പോൾ തീർത്തയും കൂടെയുണ്ട്. രണ്ടുപേർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും രണ്ടാളും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റോളർ കോസ്റ്ററിൽ കയറാനായിട്ട് തിതൂട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ തിതൂട്ടൻ ഇതിനകത്ത് അലൗഡ് അല്ലായിരുന്നു. ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് തിതൂട്ടൻ ഇതിനകത്ത് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ തിതൂട്ടൻ നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫണ്ടൂരൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ പോകുന്നത് സ്റ്റാർബക്സിലോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റാർബക്സിലോട്ട് പോകുന്നത്. നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ലാത്തതുകൊണ്ടാണ് അധികം ഞാൻ ഇതിനോട് താല്പര്യം കാണിക്കാത്തത്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.